ചെറിയ മക്കൾ തൊട്ട് വലിയ ആൾക്കാർ വരെ പ്രായഭേദമന്യേ എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഡ്രൈ സ്കിൻ എന്നുള്ളത്. അപ്പോൾ ചിലവർക്കാണെങ്കിൽ ചില പ്രത്യേക ക്ലൈമറ്റിൽ മാത്രമായിരിക്കും ഡ്രൈ സ്കിൻ, പക്ഷെ ചിലർക്കാണെങ്കിൽ കണ്ടിന്യൂസ് അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ എന്തൊക്കെയാണ് ഈ ഡ്രൈ സ്കിന്നിന്റെ കാരണങ്ങൾ, എന്തൊക്കെയാണ് ആയുർവേദത്തിൽ അതിനുള്ള സൊല്യൂഷൻസ് എന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഡ്രൈ സ്കിന്നിന്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ഒന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ചിലർക്കാണെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് വേരിയേഷൻ വരുന്നതനുസരിച്ച് ഡ്രൈ സ്കിൻ കാണാറുണ്ട്. മറ്റൊന്നാണെങ്കിൽ ഓവറായിട്ടുള്ള കോസ്മെറ്റിക് പ്രോഡക്ട്സിന്റെ ഉപയോഗം, അതും നമുക്ക് സ്യൂട്ട് ആവാത്ത കോസ്മെറ്റിക് പ്രോഡക്ട്സിന്റെ ഉപയോഗം വഴി ഡ്രൈ സ്കിൻ വരുന്നതുണ്ട്. പിന്നെയാണെങ്കിൽ ഡീഹൈഡ്രേഷൻ, നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറവാകുമ്പോൾ അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ കൂടുതലാവുമ്പോഴും ഡ്രൈ സ്കിന്ന് കണ്ടുവരുന്നു. ഈ സൊല്യൂഷൻസ് ആണെങ്കിൽ ആയുർവേദത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് സ്നേഹപാനം എന്നുള്ളത്. അതായത് ഡെയിലി നമ്മൾ ഒരു സ്പൂൺ നെയ്യ് ഉള്ളിലേക്ക് കഴിക്കുക എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു നെയ്യാണ് മഹാതിക്ത ഘൃതം എന്നുള്ളത്. നമ്മൾ ഈ കണ്ടീഷൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് എക്സിമ, സോറിയാസിസ് പോലുള്ള കണ്ടീഷൻസിലേക്കൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി രണ്ടാമതായിട്ടാണ് ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളത്. മൂന്നാമതായിട്ട് വെള്ളം ധാരാളം കുടിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഇനി കൂടുതൽ ടൈം ഹോട്ട് വാട്ടർ ബാത്ത് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആയുർവേദത്തിൽ പറയുന്ന മറ്റൊന്നാണ് അഭ്യംഗം എന്നുള്ളത്, ഡെയിലി എണ്ണ തേച്ചുള്ള കുളി. അത് ഓരോരുത്തർക്ക് അനുയോജ്യമായിട്ടുള്ള എണ്ണകൾ സെലക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.